ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്ന് ഈശോ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവരെ വിളിച്ചപ്പോൾ അവർക്ക് പറയാനുള്ള തിരക്കുകൾ പലതായിരുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ച് പറയുന്നു. 2 തരം മനുഷ്യരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിൽ ആദ്യത്തെ വിഭാഗത്തിൽ ഒരു മനുഷ്യൻ താൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശുവിനോട് സ്വയം വെളിപ്പെടുത്തുന്നു. 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ യേശു തന്നെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഈ 2 കൂട്ടരുടെ മുന്നിലും ചില കണ്ടീഷൻസ് ഈശോ വയ്ക്കുകയാണ്. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവരോട് കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുവാൻ തയ്യാറാകുന്ന ഒരാൾക്ക് അതിൻ്റെതായ ത്യാഗങ്ങൾ എടുക്കേണ്ടതായി വരും എന്നത് മാത്രമാണ് അവിടുന്ന് അർത്ഥമാക്കിയത്. അതുകൂടാതെ മറ്റേ വിഭാഗത്തിൽപ്പെട്ടവരോട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവർ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് യേശു അവരോട് പറയുമ്പോൾ നമ്മുടെ കംഫർട്ട്സിനേക്കാൾ ഈശോ ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് ഈശോ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഡെയറിങ് സ്റ്റെപ്പ്, അതാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾക്ക് ചിന്തിക്കാം, നമ്മുടെ കംഫർട്ട്സിനേക്കാൾ ഇന്ന് നമ്മുടെ പ്രയോറിറ്റി ഈശോ തന്നെയാണോ?